അങ്കമാലി സ്റ്റൈലില് നല്ല തേങ്ങ കൊത്തിട്ടുള്ള പോർക്ക് ഫ്രൈ റെഡി ആയിക്കണ കണ്ടാ കേട്ടോ. എന്താ പരിപാടി? കുക്കിങ്ങിലാണല്ലോ. പിന്നല്ലേ എന്താ പരിപാടി? പോർക്ക് കറി ഉണ്ടാക്കാനുള്ള പരിപാടി. പോർക്കോ? ദുബായിലാ? അയ്യവ. അപ്പൊ എന്താ പോർക്ക് വരട്ടിയതല്ല പോർക്ക് കറിയാ? പോർക്ക് വരട്ടിയത് തേങ്ങ കൊത്തിട്ട് പോർക്ക് വരട്ടി. തേങ്ങ കൊത്തിട്ട് വരട്ട പോർക്ക് കറി. അങ്കമാലി സ്റ്റൈൽ. അങ്കമാലി സ്റ്റൈലിൽ പോർക്ക് കറി ഉണ്ടാക്കാൻ പോകണം. പിന്നല്ല. എന്റെ പേര് നിഖില്. ഞാൻ പ്രവാസിയാണ്. ഒരു 6 വർഷം ദുബായിലുണ്ടായിരുന്നു. ഇപ്പോ റാസൽ ഖൈമ. 6 വർഷം ദുബായില്. ഏതാ ഫീൽഡ്? നമ്മളെ ഹോട്ടൽ ഫീൽഡ് തന്നെ. ഹോട്ടൽ ഫീൽഡ് തന്നെ. എവിടെ ഏത് ഹോട്ടലാണ് വർക്ക് ചെയ്യുന്നത്? റിക്സോസ് ബാബൽ ബഹർ. ബാബൽ ബഹർ. റിക്സോസ് ബാബൽ ബഹർ റാസൽ ഖൈമ അല്ലേ? ഓക്കെ. നാട്ടിലെവിടെയാ? നാട്ടില് കോതമംഗലം, എറണാകുളം കോതമംഗലം. എറണാകുളം കോതമംഗലം. അപ്പൊ അങ്കമാലി സ്റ്റൈൽ പോർക്ക് കറി അടിക്കാൻ പോണേ. അങ്കമാലി പോർക്ക് കൂട്ടരെ അവിടെ കുളിപ്പിച്ച് അരിഞ്ഞ് നല്ല അടിപൊളിയാക്കി കിടത്തി വെച്ചൊക്കെയാണ്. അതിനകത്തേക്കുള്ള പച്ചക്കറി കരിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ മസാലയെ കൂട്ടി ഒരു പിടുത്തം പിടിക്കുന്നു. എന്റെ പൊന്നു മോനെ. ചേട്ടാ നമ്മളെ അരിയലും പിടിക്കലൊക്കെ കഴിഞ്ഞില്ലേ പച്ചക്കറിയൊക്കെ? നമ്മള് തക്കാളി എന്തൊക്കെയാണ് പറഞ്ഞ? തക്കാളി, ലെമണ്, വിനാഗിരി നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മൾ നാച്ചുറൽ ഇതാണ്. വിനാഗിരിക്ക് വരെ ഓൺലി നാച്ചുറൽ. തേങ്ങാക്കൊത്ത്, പിന്നെ നമ്മുടെ ഉള്ളി വലിയ അരിഞ്ഞത്, പിന്നെ നമ്മുടെ കടുക്, പെപ്പർ പൗഡർ, നമ്മുടെ കുരുമുളക് പൊടി, മീറ്റ് മസാല, കൊറിയാണ്ടർ, പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ നമ്മുടെ മെയിൻ സാധനം മുളക് ഇടിച്ചത്, പിന്നെ നമ്മുടെ പച്ചമുളക്, ചെറിയ ഉള്ളി, നമ്മുടെ കറിവേപ്പില, നമ്മുടെ ഗാർലിക്. ഓക്കെ. എന്താ പരിപാടി? എന്താ ഇത് നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ പോവാ. അപ്പൊ പരിപാടി തുടങ്ങാൻ പോവാ. അങ്കമാലി നോർമലി മാരിനേറ്റ് ചെയ്യില്ല, എന്നാലും നമ്മളിവിടെ മാരിനേറ്റ് ചെയ്യും. നമ്മൾ ആദ്യം മഞ്ഞപ്പൊടി ഇടാൻ പോവാണ്. മഞ്ഞപ്പൊടി എത്ര ഇടുന്നത്? ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടി. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി. ഓക്കെ. 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല അല്ലേ? പിന്നെ നമ്മുടെ പെപ്പർ, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ. ഓക്കെ. നമ്മളെ പോർക്ക് മസാലയൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ സമയമായി. നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നു. നമ്മളിവിടെ ഇൻഡക്ഷൻ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇൻഡക്ഷൻ സൂപ്പറാണ്. ചൂടായ അടിപൊളി. പ്രവാസികളായതുകൊണ്ട് എല്ലാത്തിനും പരിമിതികളുണ്ട് അല്ലേ? എല്ലാത്തിനും പരിമിതികളാണ്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യത്തെ പരിപാടി നമ്മൾ തേങ്ങ വറുത്ത് വെക്കാം. തേങ്ങ വറുത്ത് വെക്കാം, മസാല വറുത്ത് വെക്കാം. തേങ്ങ നമ്മുടെ മെയിൻ സാധനം. അതായത് നമ്മൾ അങ്കമാലി സ്റ്റൈലൊക്കെ ഉണ്ടാക്കുമ്പോൾ, നമ്മുടെ കോതമംഗലം അങ്കമാലി ആ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ മസാല വറുത്തിട്ടാണ് നമ്മളിവിടെ മസാല നമ്മൾ ഉണർത്തുക. പിന്നെ നമ്മുടെ ചായപാത്രം ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് മസാല എടുക്കുക. മീറ്റ് മസാല കുറച്ച് ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ മീറ്റ് മസാല കുറച്ചെടുക്കാം. അവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ അതൊരു 1/2 ടീസ്പൂൺ. ഇത് നമ്മുടെ മസാല വറുത്ത് മാറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ എണ്ണക്കൂട്ടനെ എടുക്കുക. എണ്ണക്കൂട്ടൻ ഇങ്ങനെ ചൂടായി വന്നിരിക്കുകയാണ്. ചൂടായിട്ട് ഇങ്ങനെ വെച്ചിട്ട് എണ്ണക്കൂട്ടനെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ചൂടായി വന്നുകൊണ്ടിരിക്കും. നമ്മുടെ തേങ്ങാക്കൊത്ത് എടുക്കുക. തേങ്ങാക്കൊത്ത് എടുത്ത് മറ്റേ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് തേങ്ങാക്കൊത്ത്, നല്ല തേങ്ങാക്കൊത്ത്, കുറച്ച് തേങ്ങാക്കൊത്ത് ഇങ്ങോട്ട് വറുത്തെടുക്കുക. കുറച്ച് മാറി നിന്നാൽ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് പോകുമ്പോൾ നടക്കും. ചൂടായി വരുമ്പോൾ നമ്മള് ഈ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മളിങ്ങനെ വറുത്ത് മാറ്റി വെക്കും. എല്ലാം മറക്കണം. വറവലാണ് കളി. കടുക് ഇട്ട് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഇരിക്കുന്ന ഉള്ളി, കറിവേപ്പില, ഇരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് വറുത്ത് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പോർക്കെടുത്ത് നമ്മൾ നേരെ അടുപ്പത്തോട് വെക്കും. എന്നിട്ടാണ് പോർക്ക്. നമ്മൾ ഒരിക്കലും മസാല ആക്കൂല. നമ്മളെല്ലാം പോർക്കിന്റെ കൂടിയിട്ട് മസാല ആക്കിയിട്ട് പിന്നെ ഒറ്റ റോസ്റ്റ്. അതാണ് വേറെ അങ്കമാലി. സ്പൈസി ആയിരിക്കും. നമ്മളങ്ങനെ ചെറിയ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക്, ഇവിടെ കുറച്ച് ഉള്ളി അങ്ങനെ ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി, കറിവേപ്പില അല്ലേ? കറിവേപ്പില നല്ല തണ്ടിൽ ഊരിയെടുത്ത്
ഊരെടുത്ത് നമ്മൾ കറി പോർക്ക് മാരിനേറ്റ് വെച്ച പോർക്ക് കൊണ്ടേ നമ്മള് വലിയൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റുന്നു. പോർക്കിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഓക്കെ, നമ്മൾ പോർക്കിലേക്ക് പ്രവേശിച്ചു. മെയിൻ സാധനം. ഓക്കെ, അവിടെ മാരിനേറ്റ് വെച്ച് റെഡി ആയിരിക്കും. പോർക്ക് നല്ല മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചാണ് പോർക്ക്. ഈ പോർക്കിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വറുത്ത മസാല നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കും. ഈ വറുത്തെടുത്ത ഇപ്പൊ ഈ ചെറിയ ഉള്ളി, നമ്മുടെ മുളക്, നമ്മുടെ വെളുത്തുള്ളി, കടുക് എല്ലാം കൂടി ഇട്ട ആ ഒരു സംഭവം നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുക. അതങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കറി അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. കറി ആണെങ്കിൽ എല്ലാം നമ്മൾ പോർക്കിലേക്ക് ഡയറക്റ്റ് ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ താളിച്ചെടുക്കുകയാണ് ചെയ്യുക. റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പോർക്ക് വെച്ചിട്ട് ആദ്യം താളിച്ചെടുക്കും. നമ്മൾ ആദ്യം എല്ലാം വറുത്തെടുത്ത് ഈ വറവാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കോക്കനട്ട് തേങ്ങാക്കൊത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട, നല്ല ബ്രൗൺ കളർ അടിപൊളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇടിച്ച മുളക് ഇല്ലാണ്ട് എന്താ അങ്കമാലി? അതായത് നമ്മളെ ഇടിച്ച മുളകും വെളുത്തുള്ളി ഇല്ലാണ്ട് എന്താ അങ്കമാലി? ഇടിച്ച മുളക് വാങ്ങിക്കാൻ കിട്ടില്ല. ചില്ലി ഫ്ലേക്സ് വാങ്ങിച്ചാൽ നമ്മൾ ഒരുപാട് ഇടുന്നത് നാളെ പണി പോലെ. അതുകൊണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മിന്നിച്ചു കൊടുക്കും. ഒരു അലങ്കാരത്തിന്. ഇതിന്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച നല്ല ഇഞ്ചി, ഇഞ്ചി കുനുകുനാന്നരിഞ്ഞ ഇഞ്ചി ഇഞ്ചി അങ്ങ് ഇട്ട് കൊടുക്കും. കുറച്ച് ഇഞ്ചി ഇങ്ങനെ നമ്മൾ മൂപ്പിക്കാത്തതിന്റെ കാരണം ഇഞ്ചി ഇതിൽ കിടന്ന് വേകുമ്പോൾ അതിന്റെ ഫ്ലേവർ ആണ്. അതുകൊണ്ട് നമ്മൾ ഇട്ട് മൂപ്പിക്കുന്നില്ല അതിന്റെ കൂടെ. പിന്നെ നമ്മൾ താളിക്കുമ്പോൾ ലാസ്റ്റ് ഇതിന്റെ ഒരു കടുക് ഉണ്ട്. ആ കടുക് നമ്മൾ കുറച്ച് ഇഞ്ചി മാറ്റി വെച്ചിട്ടുണ്ട്. പോർക്ക് ഇങ്ങനെ ചൂടായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ജസ്റ്റ് കുറച്ചൊരു 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. ഇങ്ങനെ മൂടി വെച്ച് കഴിക്കാം അല്ലേ? അപ്പൊ നമ്മൾ ജസ്റ്റ് മൂടി വെച്ച് കഴിക്കും. ഓക്കെ, ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ മറക്കരുത്, അല്ലെങ്കിൽ കരിഞ്ഞു. ഓക്കെ, പോർക്കിന്റെ ലാസ്റ്റ് ഘട്ടത്തിൽ എടുക്കുന്നത്. ലാസ്റ്റ് മൂപ്പിച്ച മുളക് പൊടി വെറൈറ്റി ഇട്ട് മൂപ്പിച്ച ആ താളിപ്പില്ലേ, അത് ശരിക്കും നമ്മൾ എന്താ ചെയ്തേ? അത് ശരിക്കും നമ്മള് താളിപ്പ് ശരിക്കും സാധാരണ നോർമലി എല്ലാവരും ഇടുക. താളിപ്പ് കറിയിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? താളിപ്പിലേക്ക് പോർക്ക് വരിയിട്ട്. സത്യം പറഞ്ഞല്ലോ, എനിക്കൊരു അബദ്ധം പറ്റി. ഞാനത് വീഡിയോ എടുത്തപ്പോ റെക്കോർഡ് ചെയ്യാൻ പുറത്തായി. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് ചോദിക്കുന്നത്. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക, അങ്കമാലിക്കാരുടെ വേറൊരു വെറൈറ്റി സാധനമാണ് ഏത്. സാധാരണ നമ്മളെന്താ താളിപ്പ് കറിയിലോട്ടാ ഇടുന്നേ. പക്ഷെ നേരെ ഓപ്പോസിറ്റ് എന്താ ചെയ്തേ? നമ്മള് പോർക്കിനെ എടുത്ത് താളിപ്പിലോട്ട് ഇട്ടു. അന്നപ്പോ കിട്ടിയൊരു സ്മെല്ലുണ്ടല്ലോ, പൊന്നു പോസേ. എന്നിട്ട് അങ്ങോട്ട് വറുത്തിട്ട് നല്ല ഇളക്കിളക്കിട്ട് തിരിച്ചിടുക. ഇതേപോലെ ഇളക്കുക. അപ്പൊ നമ്മള് താളിപ്പും പോർക്ക് ഫ്രൈ നമ്മള് അതെ പോർക്ക് തേങ്ങാക്കൊത്ത് ഫ്രൈ. അതാണ് അങ്കമാലിക്കാരുടെ വേറെ. അപ്പൊ നമ്മുടെ അങ്കമാലി സ്റ്റൈലില് നല്ല തേങ്ങാക്കൊത്തിട്ടുള്ള പോർക്ക് ഫ്രൈ റെഡി ആയിക്കണ കണ്ട. ഇനി ഇതിന്റെ ലാസ്റ്റ് ഫിനിഷിങ് ടച്ച് ആണ് കേട്ടാ. കണ്ട ഇടിച്ച മുളക് പൊളിച്ച് കീറും നമ്മൾ.